നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യണം. അതായത് ആദ്യത്തെ പരീക്ഷയല്ല, രണ്ടാമത് ഒരു തെറ്റും കുറ്റവുമില്ലാതെ സൈന്യത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി കേന്ദ്ര സർക്കാർ കുറ്റമറ്റ രീതിയിൽ നടത്തിയ നീറ്റ് പരീക്ഷ ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പാറ്റകൾ കോടതിയുടെ മുമ്പിൽ ചെന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, ഈ പറയുന്ന പരീക്ഷ ക്രമക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞ വിവാദങ്ങളിലെല്ലാം തന്നെ നടപടിയെടുത്തു. എല്ലാ പ്രതികളും ഇപ്പോൾ ജയിലിലാണ് എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വരെ രാജിവെച്ച് പ്രശ്നം പരിഹരിച്ച് പൂർണ്ണമായിട്ട് എല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചത്. എന്നിട്ട് കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാറ്റകൾ വീണ്ടും ചെല്ലുകയാണ്, ഈ CJPക്കാർ വീണ്ടും ചെല്ലുകയാണ് കോടതിയിലേക്ക്. അവിടെ ചെന്നിട്ട് പറയുകയാണ് ഈ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തിയില്ലേ അത് റദ്ദ് ചെയ്യണമെന്ന്. അപ്പോൾ കോടതി ചോദിച്ചു, ശരി, അവരുടെ ഹർജി പരിഗണിച്ചു. കോടതി ഒന്നും കേൾക്കാതെ ഇരിക്കില്ലല്ലോ, കോടതി എല്ലാം കേൾക്കും. അത് നീതി സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരുടെ കയ്യിൽ കാര്യമായ ഒരു തെളിവുമില്ല. മൂല്യനിർണ്ണയം നടത്തിയത് തെറ്റാണ് എന്നൊക്കെയായിരുന്നു ഇവരുടെ വാദം. പക്ഷേ ഈ വാദം തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ളതാണ് കോടതി അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവർക്ക് കോടതിക്ക് മുന്നിൽ ഒരു തെളിവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ജൂൺ 21 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും നീറ്റ് പരീക്ഷ നടത്തിയത്. ഈ റീടെസ്റ്റ് ആയിരുന്നു. ആ റീടെസ്റ്റിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ പങ്കെടുത്തു. അവർക്ക് വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വന്നില്ല. അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട്, അതായത് എയർഫോഴ്സാണ് ഈ പറയുന്ന ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും എല്ലാം എത്തിക്കുന്നത്. അതിന് സുരക്ഷ CRPFും CISFും, കൃത്യമായ മേൽനോട്ടം നടത്താൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർ, അതിനെ സഹായിക്കാനായിട്ട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ എല്ലാ സേഫ്റ്റി പ്രൊസീജിയറുകളും പാലിച്ച് ഒരു തരത്തിലും ലീക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി അതീവ സുരക്ഷിതമായി നടത്തിയ ഒരു പരീക്ഷ. ഈ പരീക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് BN സൂര്യവംശി, ജസ്റ്റിസ് AD ഷിൻഡെ തുടങ്ങിയുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ ഹർജികൾ ചെന്നത്. ഈ 4 പേരാണ് അവിടെ ഈ ഹർജി നൽകിയത്. അതിൽ ഒന്നാമത്തെ ആൾ അഥർവ, രണ്ടാമത്തെ ആൾ ഹൃജ, മൂന്നാമത്തെ ആൾ സോഹൻ, നാലാമത്തെ ആൾ രാഹുൽ. ഈ 4 പേരാണ് ഹർജികൾ നൽകിയത്. ഈ ഹർജി ഇവരുടെ യഥാർത്ഥ OMR ഷീറ്റുകൾ പരിശോധിക്കുന്നതിനായിട്ട് ഡൽഹിയിൽ നിന്ന് സീൽ ചെയ്ത കവറുകളിൽ എത്തിക്കാനായിട്ട് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ജഡ്ജിമാർ ഈ ഷീറ്റുകൾ ഉത്തരങ്ങൾ അടങ്ങിയ ഷീറ്റുകൾ നേരിട്ട് പരിശോധിച്ചു. വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പരിശോധിക്കാനായിട്ട് അവസരം കൊടുത്തു. അതിനുശേഷം NTA മാർക്കുമായിട്ട് ഒത്തുനോക്കി. അതായത് ഇവർ പറയുകയാണ് ഇത് ക്രമക്കേടുകളുണ്ട്, ഇതിനകത്ത് ഒരുപാട് പിഴവുകളുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഇത് വാല്യുവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഡൽഹിയിൽ നിന്ന് NTA കൈവശമുള്ള ഉത്തരക്കടലാസുകൾ സീൽ ചെയ്ത് അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തിച്ചിട്ട് അവർക്ക് നോക്കാൻ കൊടുത്തു. അവരുടെ അഭിഭാഷകനിൽ ഈ രക്ഷിതാവൊക്കെ കാണുമല്ലോ, അവർക്കെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, എവിടെ പിഴവ്, എവിടെ NTA ആൻസർ ഇത് മാർക്ക് ലിസ്റ്റ് എടുത്തു, കൃത്യമാണ്, അതിൽ കാണിച്ചിരിക്കുന്നത് കറക്റ്റാണ്, സെയിമാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ പുനർനിർണ്ണയത്തിലോ മാർക്ക് നൽകിയതിലോ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ളത് കോടതിയിൽ വെച്ച് തെളിഞ്ഞു. അപ്പോൾ കോടതി ഇതിൻ്റെ വാദങ്ങളെല്ലാം കേട്ടു. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ഹർജികൾ തള്ളി, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 ഹർജിക്കാരുണ്ടല്ലോ, 4 പേരാണല്ലോ വന്നത്, 2 പേര് ഇതങ്ങ് പിൻവലിച്ചു. അപ്പോൾ എന്താണ്, തെറ്റായ തെളിവുകളില്ലാതെ തെറ്റായ രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ച് കോടതിയുടെ സമയമാണ് ഇവർ കളഞ്ഞത്. ഈ പറയുന്ന സുരക്ഷിതമായി നടത്തിയ ഒരു പരീക്ഷയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ വിശ്വാസ്യതയെ തകർക്കാൻ നോക്കിയതാണ്, രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ നോക്കിയതാണ്. കോടതി പറഞ്ഞു ഇത്തരം പരിപാടികളൊന്നും ഇവിടെ നടപ്പില്ല, നിങ്ങൾ പിഴ അടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓരോ ഹർജിക്കാർക്കും 5000 രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഔറംഗാബാദിലെ ബെഞ്ചാണ്, ഹൈക്കോടതിയുടെ ബെഞ്ചാണ്, ബോംബെ ഹൈക്കോടതിയുടെ ഔറംഗാബാദ് ബെഞ്ചാണ് ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇമാതിരി പണിയുമായിട്ടൊന്നും കോടതിയുടെ അടുത്ത് വന്നു പോകരുതെന്ന് കോടതി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾക്കല്ല നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞു. പരീക്ഷ എഴുതിയ 20 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളിൽ ചെറിയൊരു വിഭാഗം തങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്കല്ല ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഹർജിയെ കൊടുത്തത്. ചിലർ തങ്ങളുടെ വാദം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് OMR ഷീറ്റുകൾ കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തു. ആ OMR ഷീറ്റുകളൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഇത് കള്ളത്തരത്തിലുണ്ടാക്കിയതാണ്, വ്യാജമാണ് എന്ന് കോടതിക്ക് തെളിയുകയാണ് ഉണ്ടായത്. അപ്പോൾ NTA മുന്നറിയിപ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാജ അവകാശവാദങ്ങൾ വരുമെന്ന്.
ജൂലൈ 18 മുതൽ ജൂലൈ 20 വരെയുള്ള ദിവസങ്ങളിൽ തിരുത്തലുകൾ വരുത്തിയതോ AI നിർമ്മിതമായോ OMR ഷീറ്റുകൾ നൽകി വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ NEA വിദ്യാർത്ഥികൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ ഇത്തരം പരിപാടികളുമായിട്ട് ഇറങ്ങരുത്, ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കും, കോടതികളുടെ വിലപ്പെട്ട സമയം കളയരുത്, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനോ അക്രമം ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഇത്തരം സാഹചര്യങ്ങളെ ഉപയോഗിക്കരുത്, ഈ വ്യാജ OMR ഷീറ്റുകൾ കൊണ്ടുവന്നിട്ട് കോടതിയെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത് എന്ന് താക്കീത് നൽകിയിരുന്നു. പക്ഷേ ഇവർക്കതൊന്നും മനസ്സിലാവാതെ ഇവർ ഈ ഹർജികളുമായിട്ട് ചെന്നു. കോടതി തൂക്കിയെടുത്ത് വെളിയിലെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊക്കെ ഈ തോന്നിവാസം കാണിക്കാനുള്ളതല്ല കോടതിയുടെ സമയം, അതിലുള്ളതല്ല, അട്ടിമറിക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും ഉള്ളതല്ല NTA-യുടെയും ഈ നീറ്റിൻ്റെയും ഒക്കെ പരീക്ഷകൾ. ഇതൊക്കെ നിങ്ങൾക്ക് പിള്ളേർ കളിയായിട്ടുള്ള സാധനമല്ല, ഇതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്വമുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം തെളിഞ്ഞല്ലോ. ഈ പാറ്റകളുടെ, ഈ പറയുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുടെ, ഇതിനകത്ത് പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ താല്പര്യം പോലും അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗൂഢാലോചനകൾ നിരവധിയായിട്ട് നടക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ പ്രശ്നത്തിലാകും, പ്രതിസന്ധിയിലാകും, ആശങ്കയിലാകും. അവർ രാജ്യത്തിനെതിരെയോ ഭരണകൂടത്തിനെതിരെയോ ഒക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പരീക്ഷയിൽ ക്രമക്കേട് പ്രശ്നമുണ്ടായി, അതിൽ ചോദ്യപേപ്പർ ചോർത്തി, അത് കണ്ടുപിടിച്ചത് സർക്കാർ സംവിധാനമാണ്. അത് ഈ പറയുന്ന വിദ്യാർത്ഥികളോ ആക്ടിവിസ്റ്റുകളോ ഒന്നുമല്ല. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകളൊക്കെ ചോർത്തിയല്ലോ, ആ ആൾക്കാരെ എല്ലാം ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. CBI അന്വേഷണം പ്രഖ്യാപിച്ചു, കൃത്യമായ നടപടിയെടുത്തു. എന്നിട്ടോ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തി, പുനഃപരീക്ഷ നടത്തി. ആ പരീക്ഷ ഏറ്റവും സുതാര്യമായിട്ടും ഏറ്റവും സുരക്ഷിതവുമായിട്ടും നടത്തി. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഈ പാറ്റകൾ ഡൽഹിയിൽ വന്ന് പോലീസുകാരെ ആക്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു, പാവപ്പെട്ട സ്ട്രീറ്റ് വെൻഡർമാരായിട്ടുള്ള ആൾക്കാരുടെ സാധനങ്ങൾ വരെ നശിപ്പിച്ചു, പെൺകുട്ടികളെ കയറി പിടിച്ചു, ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, വേണ്ട അരാജകത്വങ്ങൾ മുഴുവൻ നടത്തി, പോലീസുകാരോട് മെക്കിട്ട് കയറി, എന്തെല്ലാം രാജ്യത്തെ അധിക്ഷേപിച്ചു, പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് പറഞ്ഞു, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു, പാർലമെൻറ്റ് പീരങ്കി വെച്ച് തകർക്കുമെന്ന് പറഞ്ഞു, ഈ പറയുന്ന സംവിധാനത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞു, മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു, ഭാരതത്തിനെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞിട്ടും ഇവരോട് ഈ സർക്കാരും സംവിധാനങ്ങളും ക്ഷമിച്ചു. ഫാസിസ്റ്റുകളാണല്ലോ, ഫാസിസ്റ്റുകൾ ക്ഷമിക്കുമല്ലോ. അങ്ങനെ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്തു, വീണ്ടും കോടതിയിൽ കൊണ്ടുപോവുക. വീണ്ടും നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ്. കോടതി അടി കൊടുത്തില്ല എന്നേ ഉള്ളൂ. കോടതി ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ കയ്യിലൊക്കെ വടി കൊടുക്കണം. ഇമാതിരി പരിപാടിയെ കാണിക്കുന്നവന്മാർക്ക് 4 അടിയും കൂടെ കൊടുക്കണം. പണ്ടൊക്കെ ചാട്ടവാർ റെഡി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ രക്ഷിതാക്കളെ പോലെയാണ് പലപ്പോഴും കോടതികൾ, ഇവിടുത്തെ സംവിധാനമൊക്കെ പെരുമാറുന്നത്. അവർ വലിയ കരുതൽ കാണിക്കും, അവർ നമ്മളോട് വലിയ സഹിഷ്ണുത കാണിക്കും. അതൊക്കെ മുതലെടുക്കാമെന്നും ഈ സംവിധാനങ്ങളെയൊക്കെ എങ്ങനെയും കയ്യിലിട്ട് അമ്മാനമാടാമെന്നും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം അവർ ഗതികെടുമ്പോൾ കോടതി ആയാലും സൈന്യമായാലും നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളായാലും അവസാനം തിരിച്ച് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ചെറുപ്പക്കാരതെല്ലാം കൊണ്ടെത്തിച്ചത്. ഏതായാലും നല്ല ചുട്ട മറുപടി കൊടുത്ത, പിഴയും കൊടുത്ത കോടതി ഇവരെല്ലാം ഓടിച്ചിട്ടുണ്ട്. പാറ്റകൾക്ക് അത്യാവശ്യം മതിയായിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.